ഹമാസിന്റെ വെടിനിർത്തൽ കരാറുകൾ തള്ളിക്കൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിൽ രക്തച്ചൊരിച്ചിൽ തുടരുമെന്ന സൂചനയാണ് നൽകുന്നത്. ഹമാസിനെ നാമാവശേഷമാക്കാൻ തുഞ്ഞു തന്നെയാണ് നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും. തകർന്ന് തരിപ്പണമായ ഹാസയിൽ നിന്ന് രക്ഷപ്പെട്ട് അതിർത്തി നഗരമായ റഫേൽ തമ്പടിച്ചിരിക്കുകയാണ് അവശേഷിക്കുന്ന പലസ്തീൻ ജനത. ഇവിടെയും ഇസ്രായേൽ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടാൽ അയൽ രാജ്യമായ ഈജിപ്തിലേക്ക് അഭയാർത്ഥികളായി കടക്കുവാനേ ഇവർക്ക് കഴിയൂ. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടാൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ കടന്നുവരവ് ഈജിപ്തിന് ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ അതിനിടവരുത്തിയാൽ ഇസ്രായേലുമായി 1978 ഒപ്പുവെച്ച ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമെന്ന് ഈജിപ്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെയും അയൽ രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ മുന്നോട്ട് വെച്ച അനുനയങ്ങൾക്കൊന്നും വഴങ്ങാതെ നിൽക്കുകയാണ് ഇസ്രായേൽ. ഈ അവസരത്തിൽ ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയുകയാണ്. യുദ്ധത്തിൽ നിന്ന് പലായനം ചെയ്തവരെ ആക്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കുവാനാകില്ലെന്ന് UAE, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കാതെ ഇസ്രായേലുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ അറിയിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ കരുത്തരായ സൗദി അറേബ്യയോട് അടുക്കാൻ ശ്രമിക്കുന്ന നെതന്യാഹുവിന് സൗദിയുടെ നിലപാട് തിരിച്ചടിയായിരിക്കുകയാണ്. ഇസ്രായേലിൽ പ്രശ്നങ്ങൾക്ക് അറുതി വരണമെങ്കിൽ പലസ്തീനിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നുമാണ് തുർക്കിയെയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തലിനായുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. കൈറോയിൽ അമേരിക്കയുടെ ചാരസംഘടനയായ CIA-യുടെയും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെയും തലവന്മാർ ഇന്ന് സന്ധിക്കും. ഇസ്രായേലിനെ ഇത്രയും കാലം സംരക്ഷിച്ചു പോന്നിരുന്ന അമേരിക്ക തന്നെ ഇപ്പോൾ വെടിനിർത്തൽ കൂടിയേ തീരൂ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ജോർദാൻ രാജാവ് അബ്ദുല്ലയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏത് വിധേനയും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനാണ് അമേരിക്കയുടെ ശ്രമമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ പിന്തിരിപ്പിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നാണ് ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന് $1400 കോടി സൈനിക സഹായം നൽകുവാനുള്ള പ്രമേയവും US സെനറ്റ് പാസാക്കി. ഹമാസ് ബന്ദിയാക്കി വച്ചിരിക്കുന്ന 130 ഇസ്രായേലി പൗരന്മാരുടെ ജീവൻ അപകടത്തിലാണെന്നിരിക്കെ സൈനിക നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇസ്രായേൽ ഇതുവരെ സന്നദ്ധത അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഹമാസ് ബന്ദികളാക്കിയവരിൽ 3 പേർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഖാൻ യൂനിസിലും റഫേലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. UAE സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE ഭരണാധികാരിയുമായ ഇസ്രായേൽ പാലസ്തീൻ വിഷയം ചർച്ച ചെയ്തതായി ഫോറിൻ സെക്രട്ടറി വിനയ് മോഹൻ ഖത്ര അറിയിച്ചു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ ഇന്ത്യ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് തീവ്രവാദം പോലെ തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് മനുഷ്യകുരുതിയുമെന്ന് മോദി വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിലെ പുതിയ സംഭവ വികാസങ്ങളിൽ ഇരു രാജ്യങ്ങളും ആശങ്കാകുലരാണെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.